ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ ഇന്ന് ചങ്ങനാശ്ശേരി തിരുവല്ല നമ്മൾ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി പോവാ. അപ്പം അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്നത്തെ ട്രാവലിംഗ് വീഡിയോ കണ്ടാലോ. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്കൊരു റിട്ടേൺ ഓട്ടോ കിട്ടി. അതിൽ നമ്മൾ നേരെ കാഞ്ഞിരപ്പള്ളിക്ക് പോവുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് നോക്കി ഇങ്ങനെ സ്റ്റാൻഡിനകത്തോട്ട് കയറിയപ്പോൾ ഒരാൾ കമ്പിയെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട്. ബസ് നോക്കി കുറച്ച് നേരം നിൽക്കുന്നു, ബസ് വന്നില്ല. അത് കഴിഞ്ഞ് നമുക്കൊരു ചങ്ങനാശ്ശേരി ബസ് കിട്ടി. ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, ഞങ്ങളതേ കയറിയിരുന്നു. അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു ബസ്സിലെ. ഒരാൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കയറി കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേനെ ഉറക്കം വരാൻ തുടങ്ങി എന്ന് പറഞ്ഞ് കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ വന്നിറങ്ങി. അടുത്ത ബസ് തിരുവല്ലായ്ക്ക് നോക്കി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വായി നോക്കി നിൽക്കുവാണേ. ഇങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബേസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം സയാമോ വെയിലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി നിൽക്കുക. അടുത്ത ഞങ്ങൾക്കൊരു KSRTC ഓർഡിനറി കിട്ടി. അതിൽ ഞങ്ങൾ തിരുവല്ലായ്ക്ക് പോവാണ്. അങ്ങനെ ബസ്സിൽ കയറി കണ്ടക്ടർ ചേട്ടൻ ടിക്കറ്റിനായിട്ട് വന്നു. ഞങ്ങളങ്ങനെ 2 തിരുവല്ല ടിക്കറ്റും എടുത്ത് ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് നമ്മുടെ വണ്ടി വേറൊരു സ്വിഫ്റ്റ് ആയിട്ട് ഒരു ചെറിയ ആക്സിഡൻറ്റ് നടന്നു. അങ്ങനെ വേണ്ട കാറുകാരൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ചവിട്ടി. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ബസ്സിലെ ഈ ഡ്രൈവർ ഉണ്ടല്ലോ, പുള്ളിയുടെ ഭാഗത്ത് തെറ്റുകൊണ്ടാണ് സംഭവിച്ചത്. പുള്ളി പറഞ്ഞു എൻ്റെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പം തന്നെ ഇറങ്ങി വണ്ടി ഒതുക്കി ഇറങ്ങി കാറിൻ്റെ അടുക്ക ചെന്ന് ആ പുള്ളിയോട് സംസാരിച്ച് എല്ലാ 5 മിനിറ്റ് കൊണ്ട് തന്നെ അവർ സെറ്റിൽ ചെയ്തു കേട്ടോ. പിന്നെ തിരിച്ചു വന്നു, വണ്ടി എടുത്തു. നേരെ നമ്മൾ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ചെന്നു കയറി. അവിടെ അമ്മ എന്നെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചെന്നു. നേരെ അമ്മ കണ്ട് ചിരിയൊക്കെ പാസ്സാക്കിയിട്ട് നിങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ അടുത്ത നേരെ അവിടെ ഒരു ബേക്കറി ലക്ഷ്യം വെച്ച് പോവുകയാണ് ഗൈസ്. അവിടെ ചെന്നു. നേരെ ബേക്കറിയിലോട്ട് കയറി. ഒരു ഷവർമ, ഒരു ഉഴുന്നുവട,
4 പൈനാപ്പിൾ ജ്യൂസ്. സയാന് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചപ്പോൾ എനിക്ക് പൈനാപ്പിൾ ജ്യൂസ് വേണ്ട, എനിക്ക് തണ്ണിമത്തൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് വഴക്കോട് വഴക്കും. അത് രണ്ടും പിന്നെ ഞാൻ തന്നെ കുടിക്കേണ്ടി വന്നു. പഞ്ചസാര അരത്തിട്ടില്ല, അതിന് കറക്കിട്ട് അടിച്ച കുടിക്കാൻ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വിൽബേഴ്സ് ഹോസ്പിറ്റലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവിടത്തേക്ക് ബസ് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പത്തിന് സയാമോന് മുട്ടായി മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. അവൻ അവിടെ എന്തോ ഒരു മുട്ടായി കണ്ടു. അപ്പോൾ അടുത്ത പ്രൈവറ്റ് ബസ് വന്നു വിൽബേഴ്സിലായിട്ട്. നമ്മൾ അതിൽ കയറി ബദൽപ്പടിയിലാണ് ഇറങ്ങേണ്ടത്. ഡയറക്റ്റ് അങ്ങോട്ട് ബസ്സുണ്ട്, പക്ഷെ അത് എപ്പോഴും ഇല്ല. പിന്നെ ബദൽപ്പടി ഇറങ്ങിയിട്ട് നമ്മളവിടെ നിന്ന് ഓട്ടോയ്ക്ക് ഹോസ്പിറ്റലിലെത്തി. ഇത് ഹോസ്പിറ്റലിനാകും കേട്ടോ, അടിപൊളി സ്ഥലം. ആ ഹോസ്പിറ്റലെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ അടിപൊളി അന്തരീക്ഷം അവിടുത്തെ. മരങ്ങളാണ് ചുറ്റും. അടിപൊളി ഹോസ്പിറ്റലാട്ടോ. ആ ഹോസ്പിറ്റലും നല്ല ഒരു ഹോസ്പിറ്റലാണ്. നമുക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും അവിടെ പോയാൽ ഒരുപാട് ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെയുള്ള നല്ലൊരു ഹോസ്പിറ്റലാണ്. അവിടുത്തെ ഡോക്ടറാണെങ്കിലും നഴ്സുമാരാണെങ്കിലും അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നല്ല സ്നേഹവും ഇടപെടലും ഒക്കെ കേട്ടോ. നല്ലൊരു ഹോസ്പിറ്റലാണ് അത്. അതിനകം ഇത് നേരെ നമ്മൾ പിന്നെ റിസപ്ഷനിലോട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ചോദിച്ചു, അവരപ്പോൾ പറഞ്ഞു താഴത്തെ ഫ്ലോർ തന്നെയാണ്, അങ്ങോട്ട് പോകാൻ പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടപ്പോൾ സയ അവിടെ കിടന്നുകൊണ്ട് നല്ല ഡാൻസ് കളിയാണ്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ നടന്നു പോവാം. എനിക്ക് ലേസ് വാങ്ങി തന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സയാൻ ഭയങ്കര കരച്ചില്ല അവിടെ. അപ്പോൾ പുറകെ നിന്ന് ചേച്ചി വെച്ചു, മോന് വിക്സ് മുട്ടായി വേണം. എനിക്ക് വിക്സ് മുട്ടായി വേണ്ട, എനിക്ക് ലേസ് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കി കരഞ്ഞുകൊണ്ടിരിക്കുവാണേ. നമ്മളെ കണ്ടിട്ട് നമുക്ക് മേടിക്കാൻ പറ്റിയല്ല, എനിക്ക് അപ്പം തന്നെ വേണം. അങ്ങനെ ഡോക്ടറെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ക്യാൻറ്റീനിലോട്ടുള്ള നടപ്പ്. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലെത്തി. കൈയൊക്കെ ഉണക്കി നമ്മൾ അടുത്ത അകത്തോട്ട് കയറി. ഫുഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബില്ല് മേടിച്ചിട്ട് ക്യൂ നിൽക്കണം അവിടെ. പിന്നെ ബില്ലും കൊണ്ട് പോയി ബിരിയാണി ആണെങ്കിൽ ബിരിയാണിയുടെ സെക്ഷനുണ്ട്, അവിടെ പോയി ബിരിയാണി മേടിക്കണം. ഉഴുന്നുവടയാണെന്നുണ്ടെങ്കിൽ ഉഴുന്നുവട, പിന്നെ റൈസ് ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ വാങ്ങിക്കാം. ഞാൻ പിന്നെ നേരത്തെ പൈനാപ്പിൾ കുടിച്ചതുകൊണ്ട് വിശപ്പില്ലാഞ്ഞുകൊണ്ട് ഞാനൊരു ഫ്രഷ് ലൈമും വടയിലും ഒതുക്കി. പിന്നെ അമ്മയ്ക്ക് ചോറും മാളൂസിന് ബിരിയാണി മേടിച്ചു കൊടുത്ത്. സയാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഉഴുന്നുവട തിന്നുന്നു, ബിരിയാണി തിന്നുന്നു, അകപ്പാടെ ബഹളം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും, ബസ് കയറാനായിട്ട് പോവാം. വിൽവേഴ്സിന്ന് ബസ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരുവല്ല വന്നു. തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി വന്നു.
നമ്മൾ അവിടുന്ന് നേരെ ചങ്ങനാശ്ശേരി വന്ന് ചങ്ങനാശ്ശേരി നമുക്ക് അവിടുന്ന് ഒരു കുമളി ഫാസ്റ്റ് കിട്ടി. അതിന് നേരെ കയറി നമ്മൾ കാഞ്ഞിരപ്പള്ളിക്ക് എത്തി.